ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അമൃതമന്ഥനത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഗരുഡൻ്റെ മാതാവായ വിനിതയും സർപ്പങ്ങളുടെ മാതാവായ കദ്രുവും ദക്ഷപ്രജാപതിയുടെ മക്കളാണല്ലോ. ഇവർ രണ്ടുപേരും ഉച്ചൈസ്രവസ് എന്ന കുതിരയെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. പാലാഴി കടഞ്ഞെടുത്ത സമയത്ത് അതിൽ നിന്ന് വന്നതാണ് ഉച്ചൈസ്രവസ് എന്ന കുതിര. അശ്വങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചവനും മഹാബലവാനും ദിവ്യലക്ഷണയുക്തനുമായിരുന്നു ആ ഉച്ചൈസ്രവസ്. ഇത് കേൾക്കുമ്പോൾ ശൗനക മഹർഷി വീണ്ടും സൂതൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് അമൃതമന്ഥനം? ആ ഒരു അമൃതമന്ഥനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പാലാഴി കടഞ്ഞെടുക്കുന്നത് അമൃതം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ബ്രഹ്മാവിനോട് മഹാവിഷ്ണു ആണ് പറയുന്നത്, പാൽക്കടൽ കടയൂ, അതിൽ നിന്ന് വരുന്ന അമൃത് സേവിക്കൂ. അങ്ങനെയാണ് ദേവന്മാരെ പാലാഴി കടഞ്ഞെടുക്കുന്നത്. മന്ദരപർവ്വതത്തെ അവർ കടക്കോലാക്കാൻ തന്നെ തീരുമാനിച്ചു. മന്ദരപർവ്വതം ചെറുതല്ല, അത് അത്യുന്നതമായ കൊടുമുടികളുള്ള ഒന്നാണ് മന്ദരപർവ്വതം. അതുകൊണ്ട് തന്നെ അത് ഇളക്കി പറിച്ചു കൊണ്ടുവരാൻ ദേവന്മാർക്കായില്ല. ഒടുവിൽ ദേവന്മാർ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും അടുത്ത് ചെന്ന് പരാതി പറഞ്ഞ സമയത്ത് വിഷ്ണു ആണ് പറയുന്നത്, അനന്തശേഷനാഗൻ്റെ അടുത്ത് മന്ദരപർവ്വതം ഇളക്കി കൊണ്ടുവരാനായി. അങ്ങനെ അനന്തശേഷനാഗമാണ് മന്ദരപർവ്വതത്തെ അവിടെ നിന്നും എടുത്തു കൊണ്ടുവരുന്നത്. പർവ്വതത്തെ കടക്കോലാക്കി വാസുകിയെ കയറാക്കി ദേവന്മാരും അസുരന്മാരും അങ്ങനെ പാലാഴി കടയാൻ തുടങ്ങി. മന്ദരപർവ്വതം അങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കെ ഭഗവാൻ ശ്രീഹരി തന്നെ കൂർമ്മരൂപമെടുത്ത് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി. എന്നാൽ വീണ്ടും മന്ദരപർവ്വതം കടഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉയർന്നു പൊങ്ങവേ ഭഗവാൻ ശ്രീഹരി തന്നെയാണ് അജയ്യ അവതാരമെടുത്ത് അധികം പൊങ്ങിപ്പോവാതെ മന്ദരപർവ്വതത്തെ സമനിലയിൽ ഉറപ്പിച്ച് നിർത്തുന്നതും. ഇങ്ങനെ അസുര സമൂഹം വാസുകിയുടെ തലയും ദേവന്മാർ വാസുകിയുടെ വാലും പിടിച്ച് അമൃത് കടയുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ കടഞ്ഞു കൊണ്ടിരിക്കെ വാസുകിയുടെ തലയിൽ നിന്നും തീ പുകയുള്ള കാറ്റ് വന്നുകൊണ്ടിരിക്കെ, എന്നാൽ ഭഗവാൻ തന്നെ അവിടെ മഴമേഘങ്ങൾ വർഷിച്ചു. വീണ്ടും അങ്ങനെ അമൃത് കടയുവാൻ തുടങ്ങി. ഇങ്ങനെ പാലാഴി കടഞ്ഞ് ദിവസങ്ങൾ കഴിയവേ എന്നാൽ അതിൽ നിന്നും അമൃത് വന്നില്ല. ഇങ്ങനെ ദേവന്മാരെല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് തന്നെ ചെന്ന് പോയി പരാതി പറഞ്ഞു. ഇത് കേട്ട് വിഷ്ണു പറഞ്ഞു, നിങ്ങൾ പാലാഴി കടയൂ, അതിന് തക്ക ശക്തി ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് കേട്ട് ദേവന്മാരും അസുരന്മാരും പൂർവാധികം ശക്തിയോടെ വീണ്ടും അമൃത് പാലാഴി കടയുക തന്നെ ചെയ്തു. അങ്ങനെ കടലിൽ നിന്നും ലക്ഷ്മി ദേവി ഉയർന്നു വന്നു. കാമധേനുവും പാരിജാതവും ഉണ്ടായി വന്നു. ധന്വന്തരി ഭഗവാനാണ് അമൃതവുമായി വന്നത്. ഉച്ചൈസ്രവസ്, ചന്ദ്രൻ ഇതെല്ലാം ഉയർന്നു വന്നെങ്കിലും ദേവന്മാർ ഇതെല്ലാം സ്വന്തമാക്കി. അങ്ങനെയാണ് ധന്വന്തരി ഭഗവാൻ അമൃതുമായി വരുന്നത്. എന്നാൽ ഇത് അസുരന്മാരും കീഴടക്കി. അതുകൊണ്ട് തന്നെ ഭഗവാൻ സാക്ഷാൽ ശ്രീഹരി തന്നെ മോഹിനി രൂപമെടുത്ത് അസുരന്മാരിൽ നിന്നും ആ അമൃത് കൈക്കലാക്കി അത് ദേവന്മാർക്ക് കുടിക്കാനായി കൊടുത്തു. ദേവന്മാരിത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാഹു എന്ന അസുര സമൂഹത്തിൽ നിന്നും വേഷം മാറി ദേവസമൂഹത്തിലെത്തി അമൃത് പാനം ചെയ്തുകൊണ്ടിരിക്കെ ഇത് വിളിച്ചു പറഞ്ഞ സൂര്യചന്ദ്രദേവന്മാർ പെട്ടെന്ന് തന്നെ കാര്യം മഹാവിഷ്ണുവിനെ അറിയിക്കുകയും സാക്ഷാൽ ശ്രീഹരി തൻ്റെ സുദർശന ചക്രം വിട്ട് രാഹുവിൻ്റെ കണ്ഠഭാഗം മുറിച്ചെടുക്കുകയും ചെയ്തു. അന്ന് മുതലാണത്രേ രാഹുവിന് സൂര്യചന്ദ്രന്മാരോട് ദേഷ്യമുണ്ടായത്. ഇന്നും സൂര്യചന്ദ്രന്മാരെ ഗ്രഹണ സമയത്ത് രാഹു വിഴുങ്ങുന്നു എന്നാണ് വിശ്വാസം.
പാലാഴി കടയുന്ന സമയത്ത്, അതിൽ നിന്നും കാളകൂടവിഷം വന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിന് തന്നെ നാശം സംഭവിക്കും എന്ന് വന്നപ്പോൾ മഹാദേവനാണ്, ശ്രീ ശങ്കരനാണ് ആ കാളകൂടവിഷം കണ്ടത്തിൽ നിർത്തി ഈ പ്രപഞ്ചത്തെ രക്ഷിച്ചത്. അന്ന് മുതലാണ് മഹാദേവന് നീലകണ്ഠൻ എന്ന പേര് വന്നത്. എന്നാൽ അമൃത് അസുരന്മാരിൽ നിന്നും ദേവന്മാർ കൈക്കലാക്കി എന്ന് മനസ്സിലാക്കിയ അസുരന്മാർ വീണ്ടും ദേവന്മാരുമായി യുദ്ധത്തിനൊരുങ്ങി. വാൾ, വേൽ, ഗദ തുടങ്ങിയവ കൊണ്ട് അസുരദേവഗണന്മാർ വളരെ വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത്. എന്നാൽ സാക്ഷാൽ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് അസുരന്മാരെ അരിഞ്ഞു വീഴ്ത്തുന്നത് കണ്ട അസുരന്മാർ ഓടിപ്പോയി, ഭയപ്പെട്ട് ഓടിപ്പോയി. അവർ വിജയോന്മത്തരായ ദേവന്മാർ മന്ദരപർവ്വതത്തെ യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി സ്ഥാപിച്ചു. വിജയത്തോടെ തിരിച്ചു വന്ന ദേവന്മാർ അമൃത് സൂക്ഷിക്കുവാനായി ദേവേന്ദ്രനെ ഏൽപ്പിച്ചു. ഈ അമൃതിനാണ് ഗരുഡൻ ജനിച്ച ഉടനെ തന്നെ വരുന്നത്. ആ കഥ അടുത്ത പ്രാവശ്യം പറയാം. ഹരേ കൃഷ്ണ.